നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ഇരട്ടപ്പുഴ കോളനിപ്പടിക്ക് തെക്കൻ ഹനീഫയുടെ മകൻ 25 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ അബ്ദുള്ളയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 1 മണിയോടെ മരണം സംഭവിച്ചു. ബംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മേൽനടപടികൾക്ക് ശേഷം നാട്ടിലെത്തിച്ച് ബ്ലാങ്ങാട് കാട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തും. മഴയിൽ തകർന്ന തയ്യൂർ ആലിക്കൽച്ചിറ പാലത്തിനോട് ചേർന്നുള്ള താൽക്കാലിക നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് തകർന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കിലോമീറ്ററുകളോളം ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് തയ്യൂർ പ്രദേശവാസികൾ എരുമപ്പെട്ടിയിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രിയിലേക്കും എത്തുന്നത്. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ വലിയ തുക നൽകി ഓട്ടോറിക്ഷ വിളിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് MLA നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മുണ്ടൻകോട് സ്വദേശി തങ്ക, സഹോദരി വത്സല എന്നിവർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും SSLC +2 വിജയികൾക്കുള്ള രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടത്തി. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, MC ഐജു, KR രാധിക, സെഫീന അസീസ്, സിജി ജോൺ, മീന സലമോൻ, CK നാരായണൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകാമ്പാൽ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ, ഡീസൽ, പാചകവാതക വില കയറ്റത്തിനെതിരെ അടുപ്പൂട്ടി സമരം ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി ട്രഷറർ ഷീജ സുഗതൻ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി കുന്നംകുളം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി, കർഷക തൊഴിലാളി കാട്ടകാമ്പാൽ വില്ലേജ് പ്രസിഡന്റ് TK രാജൻ, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി CK സുശീല, DYFI മേഖലാ സെക്രട്ടറി അനുമോൻ C തമ്പി, വ്യാപാരി വ്യവസായി സമിതി കാട്ടകാമ്പാൽ മേഖലാ സെക്രട്ടറി മനോജ് C ബേബി, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച വടക്കാഞ്ചേരി സ്വദേശി അജുൽ R കൃഷ്ണനെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് ആദരിച്ചു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി പൊന്നാടയണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ മേഘ സുനിൽ, അഭി ഫ്രാൻസിസ്, ആദിത്യ, ശിവപ്രിയ എന്നിവർ നേതൃത്വം നൽകി. കിസാൻ ഉത്സവ് ദിവസ് 2026 ബോധവൽക്കരണ ക്ലാസ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ MP അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് KM, മെമ്പർമാരായ സന്തോഷ് കൊളത്തേരി, സന്ധ്യ ഷിബു, മോനിഷ രജീഷ് എന്നിവർ സംസാരിച്ചു. PM കിസാൻ ഗുണഭോക്താക്കളായ കർഷകർക്ക് കൃഷി ഓഫീസറും കൃഷി ഉദ്യോഗസ്ഥരും EKYC രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തു. കാട്ടകമ്പാൽ കൃഷി ഓഫീസർ അനൂപ് വിജയൻ, കൃഷി അസിസ്റ്റന്റ് ശിവൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥി പ്രതിഭകളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കായിക രംഗത്തെ മികച്ച സംഭാവന നൽകിയ കായിക അധ്യാപകൻ സുജേഷ് മാസ്റ്റർ, 10ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ പഠനത്തിന് തയ്യാറാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർമാരായ മോനിഷ രജീഷ്, സന്തോഷ് കൊളത്തേരി, PM അലി, ഹെഡ്മിസ്ട്രസ് മേഴ്സി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു.
അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കടവല്ലൂർ പഞ്ചായത്ത് തല പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി.എസ്. മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ രജിത ആനന്ദൻ, യോഗ ഇൻസ്ട്രക്ടർ പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യപൂർണ്ണമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ ടി.എസ്. മണികണ്ഠൻ ക്ലാസ് എടുത്തു. തുടർന്ന് യോഗാവതരണവും യോഗ ഡാൻസും ഉണ്ടായി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KSKTU കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK കൌസല്യ അധ്യക്ഷത വഹിച്ചു. KSKTU പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറി NK സതീശൻ, വാർഡ് മെമ്പർ അഖിൽ എന്നിവർ സംസാരിച്ചു. ബിന്ദു മനോഹരൻ, ശൈലജ അരുൺദാസ്, സബിത മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂർ EPNM ചൈതന്യ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടികൾക്ക് അക്ഷരദീപം തെളിയിച്ച് തുടക്കമായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വിനോദ്, സെക്രട്ടറി EK മണികണ്ഠൻ, ട്രഷറർ P അനീഷ്, വനിതാ ലൈബ്രറിയൻ സുധ ഉദയഭാനു എന്നിവർ നേതൃത്വം നൽകി. ചരമം. KSRTC റിട്ടയേർഡ് ജീവനക്കാരൻ പട്ടിത്തടം പുലിക്കോട്ടിൽ സൈമൺ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ദി പെന്തക്കോസ്റ്റ് സഭാ സെമിത്തേരിയിൽ നടത്തും. JG ഭാര്യയും ഷൈജു, ഷിജു എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.